പ്രളയബാധിത സംസ്ഥാനങ്ങളിലെ സാഹചര്യം വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസം, UP, ഗുജറാത്ത് മുഖ്യമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തി. കേന്ദ്രത്തിന്റെ പിന്തുണയും സഹായവും ഉറപ്പു നൽകി. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. വിനീത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഈ പ്രളയബാധിത മേഖലകൾ അവിടുത്തെ സാഹചര്യമൊക്കെയാണ് ആഭ്യന്തരമന്ത്രി വിലയിരുത്തിയത്. ഒപ്പം തന്നെ UP, അസം ഉൾപ്പെടെയുള്ള മേഖലകളിലെ സ്ഥിതിഗതികളും അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ എല്ലാവിധ പിന്തുണയും ആ സംസ്ഥാനങ്ങൾക്കുണ്ടാകുമെന്നും അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള പ്രളയക്കെടുതി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ സ്ഥിതിഗതികൾ ഒരു അല്പമെങ്കിലും ആശ്വാസകരമെന്ന് പറയാവുന്നത് അസമിൽ മാത്രമാണ്. കാരണം അവിടെ ഈ പല മേഖലകളിലേക്കും കയറിയ വെള്ളം ഇറങ്ങി തുടങ്ങിയെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇന്നും അസമിൽ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി ഈ പ്രളയക്കെടുതിയിൽ അസമിൽ മരിച്ചവരുടെ എണ്ണം 97ലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഏതാണ്ട് 8 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും പല മേഖലകളിലും ഈ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് ഇവർക്കൊക്കെ വേണ്ടി. ഇങ്ങനെ വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് അസമിലുള്ളത്. UPയിലും അതോടൊപ്പം തന്നെ ബീഹാറിലും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴ, അതിശക്തമായിട്ടുള്ള മഴയാണ് ആ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. അവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. UPയിലെ സ്ഥിതിഗതികൾ UPയിലെ മുഖ്യമന്ത്രിയും അവിടെ എത്തി, യോഗി ആദിത്യനാഥും അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒക്കെ നേതൃത്വത്തിൽ തന്നെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഈ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. അവിടുത്തെ മുഖ്യമന്ത്രിമാരും ഒക്കെയായി അദ്ദേഹം സംസാരിക്കുകയും ആ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തത്. ശരി, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.